ദില്ലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ തണുപ്പത്തും വലിയ ചൂടിൽ നടക്കുന്നു എന്ന് തന്നെയാണ്. ആം ആദ്മിയും BJPയും കോൺഗ്രസും ത്രികോണ മത്സരമാണ് ദില്ലിയിൽ നടക്കുന്നത്. ഭരണം നിലനിർത്താൻ ആം ആദ്മി, കാലുറപ്പിക്കാൻ BJP, തിരികെ വരാൻ കോൺഗ്രസ്. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആരോപണങ്ങളൊക്കെ നടക്കുന്നു. ഇവിടെ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം എതിരെ മത്സരിക്കുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഒരു പ്രധാനപ്പെട്ട അന്വേഷണം. സ്വാതി ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന്. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? തണുപ്പ് കുറഞ്ഞു, ഇപ്പൊ തെരഞ്ഞെടുപ്പ് ചൂടാണ്. തണുപ്പ് കുറഞ്ഞിട്ടുണ്ടല്ലേ? യെസ്. അപ്പോൾ തണുപ്പിനെ വകമാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ചൂട് വരുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? അനുഭവപ്പെട്ടു തുടങ്ങിയോ? തീർച്ചയായും മനു, ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളൊക്കെ തന്നെയും തുടങ്ങി. പ്രചരണം വളരെ ശക്തിയോടെ ചൂട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ വലിയ പ്രത്യാരോപണങ്ങളിലാണ് BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അരവിന്ദ് കെജ്രിവാളിന്റെ വാഹനത്തിന് നേരെ BJP നേതാക്കൾ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രചരണത്തിനിടെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടാവുകയായിരുന്നു. എന്നാൽ അത് BJP നേതാക്കളാണ്. പ്രത്യേകിച്ചും ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നത്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പർവേഷ് വർമ്മയുടെ അനുയായികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള വാദമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തുന്നത്. അത്തരത്തിൽ വലിയ വിമർശനങ്ങളും പ്രതിഷേധവും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ തങ്ങളുടെ പ്രവർത്തകരല്ല, അത് ദില്ലിയിലെ വോട്ടർമാർ മാത്രമാണ്. അവർ കെജ്രിവാളിനെ കാണാൻ വേണ്ടി വന്നതാണെന്നും എന്നാൽ അവർക്ക് നേരെ വാഹനം കയറ്റാനുള്ള ശ്രമം കെജ്രിവാളും സംഘവുമാണ് നടത്തിയത് എന്നുള്ള ആരോപണമാണ് തിരിച്ച് BJP ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്, പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ആരോപണങ്ങളും വാക്പോരും രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. പ്രചരണ ചൂടിൽ തന്നെയാണ്. അതിനിടെ ഇന്നലെ ആം ആദ്മി പാർട്ടി താരപ്രചാരകരുടെ 41 പേർ അടങ്ങുന്ന താരപ്രചാരകരുടെ പട്ടിക കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരും അതോടൊപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രചരണം നടത്തിയിരുന്നു. അദ്ദേഹം ഇനിയും പ്രചരണത്തിൽ ഉണ്ടാകും. അതോടൊപ്പം മനീഷ് സിസോദിയൊക്കെ ഈ താരപ്രചാരകരുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇവരെല്ലാം തന്നെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള പ്രത്യേകത ഉണ്ട്. എല്ലാ മണ്ഡലങ്ങളിലേക്കും ആം ആദ്മി പാർട്ടി വലിയ പ്രചാരണം ശക്തമാക്കുക തന്നെയാണ്. BJPയുടെ ഭാഗത്തു നിന്ന് ഈ കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും ഏതു തരത്തിലും ആക്രമിക്കുക, അവരെ വലിയ ആരോപണങ്ങളിൽ വീഴ്ത്തുക എന്നുള്ളത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രചരണം മുന്നേറുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടതാണ്. ഡോക്യുമെന്ററി പ്രശ്നമുണ്ടല്ലോ സ്വാതി. അതായത് കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം മത്സരിക്കുമ്പോൾ ഈ വോട്ടുകൾ ഭിന്നിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണത്തെ സാഹചര്യം. ലോക്സഭയിൽ ഒരുമിച്ച് നിന്നവർ ഇത്തവണ നിയമസഭയിൽ പരസ്പരം മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ? തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുക തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ ആക്ഷേപം കോൺഗ്രസിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ്. ഈ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ച സ്ഥിതിയൊക്കെ ഉണ്ട്. കോൺഗ്രസ് തോൽക്കുകയും അത്തരത്തിൽ പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടും എല്ലായിടത്തും ആം ആദ്മി പാർട്ടിക്കെതിരെ കളെ നിർത്തിയത് ആം ആദ്മി പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് എന്നുള്ളൊരു ആക്ഷേപം ഈ സഖ്യകക്ഷികളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോക്സഭയിൽ ഉൾപ്പെടെ മുന്നണിയിൽ മത്സരിക്കുന്ന സമയത്ത് ദില്ലി രാജ്യതലസ്ഥാനത്ത് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അത് ഈ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വലിയ ആക്ഷേപം കോൺഗ്രസിനെതിരെ നിലനിൽക്കുകയാണ്. എന്നാലും കോൺഗ്രസ് വലിയ ശക്തിയോടെ പ്രചരണം ശക്തമാക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെയും പറയുന്നത് സഖ്യകക്ഷികളാണ്, ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷിയായി തുടരുകയും ചെയ്യും, അത്തരത്തിലൊരു ആശങ്കയും വേണ്ട. എന്നാൽ രാജ്യതലസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ മത്സരിക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. അത്തരത്തിൽ സമാജ്വാദി പാർട്ടി അടക്കം ആം ആദ്മിക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്നതും കാണാം. ഈ കോൺഗ്രസിനെതിരെ വലിയ വിമർശനവും ആക്ഷേപവും ഒക്കെ ഉയരുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ ദില്ലിയിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്, VIP മണ്ഡലങ്ങൾ. ന്യൂഡൽഹി, കൽക്കാജി, അതിഷി മത്സരിക്കുന്ന കൽക്കാജി അടക്കമുള്ള VIP മണ്ഡലങ്ങളിലടക്കം ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കോൺഗ്രസും നിർത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ മത്സരത്തിലേക്ക് ദില്ലി രാജ്യതലസ്ഥാനം പോവുകയാണ്. ഫെബ്രുവരി 5-നാണ് വോട്ടെടുപ്പ് നടക്കുക. ഫെബ്രുവരി 8-ന് വോട്ടെണ്ണലും ഉണ്ടാകും. എന്തായാലും ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടിയാണ് അവസാനിക്കാൻ പോകുന്നത്. മനു, ശരി, നോക്കാം എന്തായാലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. സ്വാതിയാണ് നമുക്ക് ഈ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. ഓക്കെ, താങ്ക് യു സ്വാതി.